സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മിൻറ്റ് ചട്നിയാണ്. ഈ പുതിന ചട്നി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിനയുടെ ഇല നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇല സെപ്പറേറ്റായിട്ട് എടുക്കുക, തണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ തേങ്ങ ചിരകിയത് ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊട്ടുകടല ഏകദേശം 3 ടീസ്പൂൺ. പിന്നെ താളിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉഴുന്നുപരിപ്പ്, അതേപോലെ തന്നെ കടുക്, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മളുടെ പൊട്ടുകടല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മളുടെ ചട്നി ജാറിലേക്ക് നമ്മളുടെ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അതേപോലെ തന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഏകദേശം ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് നമ്മളുടെ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ തേങ്ങ. ഇതിലേക്ക് നിറയെ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് തേങ്ങ ആഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 പിടി തേങ്ങ മതിയാവും. ഇതിലേക്ക് നമ്മളുടെ പുതിനയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പുതിനയുടെ ഇല ഒരു പാത്രത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വോളി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചൂടാക്കുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെറുതെ ഒന്ന് ചൂടാക്കിയതാണ്. സോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിന ഇല ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല അരയ്ക്കുമ്പോൾ, തേങ്ങ നന്നായിട്ട് അരഞ്ഞു വരില്ല. അപ്പോൾ ഞാനിവിടെ പുതിന അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് ഇനി കുറച്ച് നേർപ്പിച്ചെടുക്കുക. സോ ഇതിലേക്ക് ഇനി നമ്മൾ അടുത്തതായിട്ട് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണമെന്നില്ല, വേറെ ഏത് കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. സോ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, പിന്നെ കറിവേപ്പില എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മളുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൻറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.